ഗർഭിണിയായ കവിതയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. നാത്തൂൻ രജിത കപടസ്നേഹം കാണിക്കുകയും അവളോട് സംസാരിക്കുകയും ചെയ്യുന്നു. വയറുവേദനയുമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നില്ലേ? ഞാൻ അവിടെ കാണാൻ വന്നില്ല എന്ന് വിചാരിച്ച് തെറ്റായൊന്നും കരുതണ്ട. ആ സമയം നമ്മുടെ അമ്മായിയച്ഛന് പനിയും ജലദോഷവുമായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ചേച്ചിയെ കാണാൻ വരാൻ കഴിയാഞ്ഞത്. എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത് എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ രജിത. പിന്നെ എന്താണ്? പക്ഷെ ഒരു കാര്യം നീ എന്നോട് പറഞ്ഞേ മതിയാകൂ. ആ കാര്യം പറയാതെ ഞാൻ നിന്നെ വിടില്ല. അത് നീ ഓർത്തു വെച്ചോളൂ. എന്താണ് ചേച്ചി പറ്റിയത്? പെട്ടെന്ന് ചേച്ചിയുടെ സംസാരത്തിൽ ഒരു ദേഷ്യവും വെറുപ്പും എല്ലാം എന്താണ്? പാലിൽ വിഷം കലക്കി എന്റെ കുഞ്ഞിനെ എന്തിനാണ് നീ കൊല്ലുവാൻ ശ്രമിച്ചത്? അത് നീ പറയൂ രജിത. ഗർഭിണിയായ മരുമകൾ കവിത ഇങ്ങനെ പറഞ്ഞപ്പോൾ വന്ധ്യയായ മരുമകൾ രജിത പെട്ടെന്ന് അമ്പരന്നു. ഇത് കേട്ട് രജിത ഇങ്ങനെ ചിന്തിച്ചു. ഇവൾക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ കാര്യം എന്താകൂ ഇനി? ഈ കവിതയുടെ മുന്നിൽ ഞാൻ എങ്ങനെ ഇനി കഴിച്ചുകൂട്ടും? ഓരോ തവണ എന്നെ കാണുമ്പോഴും ഞാൻ അവൾക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തു എന്ന് കവിതയ്ക്ക് ഓർമ്മ വരും. അവൾ എന്തു ചെയ്യുമോ ആവോ? അങ്ങനെയായാൽ ഞാൻ എന്തു ചെയ്യും? ഈ ഒരു സത്യം ഗർഭിണിയായ മരുമകളുടെയും വന്ധ്യയായ മരുമകളുടെയും ഇടയിൽ വലിയൊരു കോലാഹലം സൃഷ്ടിച്ചേക്കും. കവിത എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്നത്? ഇനി സത്യം അമ്മായിയച്ഛനും എന്റെ ഭർത്താവും ജ്യേഷ്ഠനുമെല്ലാം അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മരുമകൾ എന്ന നിലയിൽ എന്റെ ജീവിതം ഇവിടെ അവസാനിക്കും. ഇനി ഞാൻ എന്തു ചെയ്യും? രജിത ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ഈ സമയം കവിത ഉറക്കെ രജിതയെ വിളിച്ചു. എല്ലാവർക്കുമായി ഭക്ഷണം വിളമ്പി വെക്കാം. ഇങ്ങനെ പറഞ്ഞ് രജിത ഭക്ഷണം വിളമ്പുന്നതിനായി ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് പോയി. എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ രജിതയുടെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ വളരെ ടെൻഷനോടുകൂടി രജിത ഗേറ്റിന്റെ പുറത്ത് വന്ന് അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഹോ, ഈ പാമ്പാട്ടിയെ കാണുന്നില്ലല്ലോ. സമയം പോകുന്നില്ല. ഹോ, ഇനി ഞാൻ എന്തു ചെയ്യും? ഏത് വഴിക്ക് പോയി നോക്കും? അമ്മായിയമ്മ ഇവിടുന്ന് പുറത്തു പോയിരിക്കുകയാണ്. അവർ തിരിച്ചു വരുന്നതിന് മുമ്പേ തന്റെ ജോലി കഴിച്ച് ഇവിടുന്ന് തിരിച്ചു പോണം. എന്റെ ടെൻഷൻ, നിങ്ങളെ എവിടെ ആരെങ്കിലും കണ്ടാൽ നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകേണ്ടി വരും. ഇങ്ങനെ ചിന്തിച്ച് പാമ്പാട്ടിക്ക് ഫോൺ വിളിക്കുകയാണ്. ഈ സമയം തന്റെ പാമ്പിൻ കുട്ടയും തലയിൽ വെച്ച് നടന്നു വരികയായിരുന്നു പാമ്പാട്ടി. തന്റെ ഫോൺ അടിക്കുന്നത് കേട്ട് അയാൾ അത് എടുക്കുന്നു. ഹലോ, ആരാണ്? ഇത് ഞാനാണ്. നിങ്ങൾ എവിടെയാണ്? ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു റോഡെത്തി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ വെച്ചു. ഈ സമയം ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്ന രജിത നാലു വശവും നോക്കി. അപ്പോൾ പാമ്പാട്ടി വരുന്നത് കണ്ട് അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസമായി. പാമ്പാട്ടി അവളുടെ അടുത്ത് വന്ന്, നടക്കൂ, നിങ്ങളുടെ ഗർഭിണിയായ ഏടത്തിയമ്മ എവിടെയാണെന്ന് കാണിച്ചു തന്നാലും. പാമ്പിന് വിഷമുണ്ടോ? പാമ്പ് കടിച്ചാൽ ഉടനെ തന്നെ മരിക്കുമോ? ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഉഗ്ര വിഷമുള്ള പാമ്പാണ്. കടിക്കുന്ന പാമ്പാണ്. വിഷം ഉള്ളിൽ ചെന്നാൽ ഉടനെ ആള് മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് ആളെവിടെയാണെന്ന് കാണിച്ചു തരൂ. ആ പാമ്പാട്ടിയെ വിളിച്ചുകൊണ്ട് രജിത വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. ഈ സമയം ഗർഭിണിയായ കവിത ആട്ടുകട്ടിലിൽ ഇരുന്നു കൊണ്ട് ജ്യൂസും കുടിച്ചുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു. അവളുടെ മുന്നിൽ TV ഓടിക്കൊണ്ടിരുന്നു. TVയിൽ ഒരു ചാനലിൽ ഗർഭിണിയായ മരുമകൾ എന്ന സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കവിത. നോക്കൂ, ആട്ടുകട്ടിലിൽ നിന്ന് പാൽ കുടിച്ച് TV കണ്ടുകൊണ്ടിരിക്കുന്ന അവളാണ് ഗർഭിണിയായ എന്റെ ജ്യേഷ്ഠതി കവിത. ഇവളെയാണ് പാമ്പ് കടിക്കേണ്ടത്. നിങ്ങളുടെ കുട്ടയിൽ നിന്ന് ഈ പാമ്പിനെ ഇറക്കിവിട്ടോ. രജിതയുടെ വാക്കുകേട്ട് പാമ്പാട്ടി തന്റെ കുട്ടയിൽ നിന്ന് ഉഗ്രവിഷമുള്ള ആ പാമ്പിനെ ഇറക്കിവിടുന്നു. ആ പാമ്പ് ആട്ടുകട്ടിലിനടുത്തേക്ക് ഇഴഞ്ഞു ചെല്ലുന്നു. കട്ടിലിന്റെ അടുത്തു ചെന്ന് അവളെ കടിക്കുവാനായി പാമ്പ് തന്റെ പത്തി വിടർത്തുന്നു. ആട്ടുകട്ടിലിൽ ഒരു കാൽ താഴേക്ക് വെച്ച് ആടിക്കൊണ്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കവിത. ആട്ടുകട്ടിലിൽ ഇരുന്നുകൊണ്ട് കാലാട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കവിതയുടെ കാൽ പാമ്പിന്റെ അടുത്തേക്ക് എത്തുന്നു. പാമ്പ് അവളുടെ കാലിൽ കടിക്കാനായി ശ്രമിച്ചപ്പോൾ കാല് വീണ്ടും പിന്നിലേക്ക് വലിഞ്ഞു. ഇതുകണ്ട് രജിത പരിഭ്രമിക്കുന്നു. കടിക്കേ, അവളുടെ കാലിൽ. അവൾ മരിക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിതം പ്രശ്നമാകും. നിനക്ക് വേണമെങ്കിൽ എത്ര പാൽ വേണമെങ്കിലും ഞാൻ തരാം. അവളെ ഒന്ന് പെട്ടെന്ന് കടിക്കി. രജിത ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരുന്നു. പക്ഷേ എപ്പോഴെല്ലാം പാമ്പ് കടിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം കവിതയുടെ കാൽ അവിടെ നിന്ന് മാറിപ്പോയി അവൾ രക്ഷപ്പെടുന്നു. എങ്ങനെ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുമെന്ന് ചിന്തിച്ച് രജിതയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ സമയം പാമ്പാട്ടി ഇങ്ങനെ പറഞ്ഞു. നോക്ക്, ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും വസ്ത്രമുണ്ടെങ്കിൽ എനിക്ക് തരൂ. ആ വസ്ത്രം പാമ്പിനെ കൊണ്ട് മണപ്പിച്ച ശേഷം ഞാൻ അവളെ കടിപ്പിക്കാം. ഈ
കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ വസ്ത്രം ഞാൻ തന്നിരുന്നേനെ. പാമ്പാട്ടി ഒന്നും തന്നെ മിണ്ടിയില്ല. രജിത അവിടെ നിന്ന് ഉണക്കാനിടുന്ന സ്ഥലത്തെത്തി. അവിടെ കയറിൽ ഒരു സാരി കിടക്കുന്നുണ്ടായിരുന്നു. അത് രജിതയുടെ സാരിയായിരുന്നു. മോശപ്പെട്ട മനുഷ്യർക്ക് ഈ ലോകം മൊത്തം മോശമായി തോന്നും. അതുപോലെ ഗർഭിണിയായ തന്റെ ഏട്ടത്തിയമ്മയെ കൊല്ലുവാൻ ശ്രമിക്കുന്ന രജിതയ്ക്ക് അത് കവിതയുടെ സാരിയാണെന്ന് തോന്നി. ഒട്ടും സമയം കളയാതെ ആ സാരിയും എടുത്തുകൊണ്ട് രജിത പാമ്പാട്ടിയുടെ അടുത്തേക്ക് ചെന്നു. പാമ്പാട്ടി ആ സാരിയുടെ കഷ്ണം മുറിച്ച് പത്തി വിടർത്തിക്കൊണ്ട് നിൽക്കുന്ന പാമ്പിന്റെ അടുത്തേക്ക് വലിച്ചെറിയുന്നു. ആ സാരി കഷ്ണം പാമ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ട് പാമ്പ് അത് മണക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് പാമ്പിന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. ദേഷ്യത്തോടെ പത്തി വിടർത്തി അത് രജിതയുടെ അടുക്കലേക്ക് തിരിഞ്ഞു. അത് കണ്ട് പാമ്പാട്ടിക്ക് ഒരു ശങ്ക ഉണ്ടായി. നോക്കൂ, ഇത് അവരുടെ സാരി തന്നെയല്ലേ? എന്തെന്നാൽ ദേഷ്യത്തോടെ പാമ്പ് നമ്മുടെ നേരേക്കാണ് വരുന്നത്. പാമ്പിന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തേക്കാണ് ദേഷ്യത്തോടെ നോക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഭയപ്പെടുവാൻ തുടങ്ങി. ഈ സമയം രജിത ആ സാരിയിലേക്ക് നോക്കി. ഇത് കവിതയുടെ സാരിയല്ല, തന്റെ സാരിയാണെന്ന് രജിതയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. രജിതയ്ക്ക് വളരെ ഭയം തോന്നി. പാമ്പ് ഇരുവരുടെയും നേരെ തിരിഞ്ഞു നോക്കുവാൻ തുടങ്ങി. നിങ്ങളിവിടെ നിൽക്കല്ലേ, ഇവിടെ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കോളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പാമ്പിന്റെ കടിയേറ്റ് നിങ്ങൾ മരിച്ചു പോവും. ആ വസ്ത്രം ആരുടെയാണോ അവരിൽ പാമ്പ് വളരെയധികം കോപിച്ചിരിക്കുകയാണ്. അവരെ കടിക്കാതെ പാമ്പ് അങ്ങനെ പോവില്ല. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്, നിങ്ങളുടെ ജീവൻ രക്ഷിക്കേ. വേറെ ഒരു വഴിയില്ലെന്ന് കണ്ട് രജിത അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ നോക്കുന്നു. പത്തി വിടർത്തിക്കൊണ്ട് പാമ്പും രജിതയുടെ പിന്നാലെ ഇഴഞ്ഞു പോകുന്നു. പാമ്പാട്ടിയാകട്ടെ തന്റെ കുട്ട തലയിൽ വെച്ചുകൊണ്ട് പാമ്പിനെ പിടിക്കാനായി അതിന്റെ പിന്നാലെ പോകുന്നു. ഇതു കഴിഞ്ഞപ്പോഴേക്കും പുറത്തുപോയ സുഭദ്ര വീട്ടിലേക്ക് തിരിച്ചുവന്നു. അമ്മായിയമ്മ സുഭദ്രയും ഗർഭിണിയായ കവിതയും ഒരുമിച്ച് ഹാളിൽ ഇരിക്കുകയായിരുന്നു. സുഭദ്ര സ്നേഹത്തോടെ തന്റെ മരുമകൾക്ക് പഴങ്ങൾ ഭക്ഷിക്കുവാൻ കൊടുക്കുന്നു. ഈ സമയം ഓടി ഓടി ക്ഷീണിച്ച രജിത ഒരു കച്ചറ ഡപ്പയുടെ അരികിൽ എത്തുന്നു. അവിടെ ഒരുപാട് കുപ്പകൾ കുമിഞ്ഞുകൂടിയിരുന്നു. അവിടുത്തെ ദുർഗന്ധം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കുവാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ച് ആ ദുർഗന്ധം സഹിച്ച് രജിത അവിടെ തന്നെ ഇരുന്നു. ഈ സമയം അവിടെ എത്തിയ പാമ്പ് ഡപ്പയിൽ നിന്നുള്ള ദുർഗന്ധം മണത്തുകൊണ്ട് സാരിയുടെ മണം മറന്നുപോകുന്നു. അങ്ങനെ പാമ്പിന്റെ കണ്ണുകൾ പഴയതുപോലെയായി. പാമ്പിന്റെ പിന്നാലെ വന്ന പാമ്പാട്ടി കുഴലൂതിക്കൊണ്ട് പാമ്പിനെ തിരിച്ചു വിളിക്കുന്നു. ഇത് കേട്ട് പാമ്പ് ശാന്തനാകുന്നു. ഉടനെ തന്നെ പാമ്പ് കുട്ടയിലേക്ക് കയറുന്നു. ഇത് കണ്ട് രജിതയ്ക്ക് ശ്വാസം നേരെ വീഴുന്നു. കച്ചറയുടെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ പാമ്പാട്ടിയും രജിതയും അവിടെ നിന്ന് തിരിച്ചു നടന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ആ പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുതരൂ. എങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടത്താം. ഹാ, മനസ്സിലായി. നിങ്ങൾക്കുള്ള പൈസ ഞാൻ ജിപേ ചെയ്യാം. ഇപ്പോൾ പൊയ്ക്കൊള്ളൂ. പാമ്പാട്ടി അവിടെ നിന്ന് പോയി. അപ്പോൾ രജിത തിരിച്ചു വീട്ടിലേക്ക് നടന്നുപോയി. വീട്ടിലേക്ക് തിരിച്ചെത്തിയ രജിത അകത്തുനിന്ന് ചിരി കേട്ട് വാതിൽക്കൽ പതുങ്ങി നോക്കുന്നു. സുഭദ്ര വളരെ സ്നേഹത്തോടുകൂടി തന്റെ മരുമകൾക്ക് പഴം കൊടുക്കുകയായിരുന്നു. ഇത് കണ്ട് വളരെ ദേഷ്യം വന്നു. ഹോ ഭഗവാനെ, എന്തൊക്കെ കണ്ണിൽ കാണണം! ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ എന്തിനാണ് എന്റെ കണ്ണിൽ കാണിക്കുന്നത്? ഈ ലോകത്ത് അമ്മയാകാൻ പോകുന്ന ആദ്യത്തെ സ്ത്രീ ഇവളാണോ? എന്റെ ജ്യേഷ്ഠത്തിയെ അമ്മ ഇത്രയും ഓവർ ആക്ടിങ് ചെയ്യുന്നത്? ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് തന്റെ മനസ്സിൽ വന്ന ദേഷ്യമെല്ലാം അടക്കിപ്പിടിച്ചുകൊണ്ട് രജിത തന്റെ അമ്മായി അമ്മയെയും ജ്യേഷ്ഠത്തിയെയും നോക്കുന്നു. കഴിക്കേ മകളെ, കഴിക്കേ. നീ വളരെ ക്ഷീണിതയാണ്. ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതിനാൽ നീ വളരെ ക്ഷീണിച്ചു. നീ ഒന്നും കഴിച്ചില്ലെങ്കിൽ നിന്റെ വയറ്റിൽ വളരുന്ന എന്റെ പേരക്കുട്ടിയുടെ കാര്യം എന്താകും? അല്ല അമ്മേ, ഹോസ്പിറ്റലിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിയതാണ്. ഇപ്പോൾ എനിക്ക് വിശപ്പില്ല. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ. വിശപ്പ് തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ വന്ന് ചോദിച്ചു മേടിച്ചു കഴിച്ചോളാം. ഇതെല്ലാം കണ്ടുനിന്ന അനിയത്തിക്ക് വളരെയധികം അസൂയ തോന്നി. ഇതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഗർഭിണിയായ മരുമകൾ വേഴ്സസ് വന്ധ്യയായ മരുമകൾ ഭാഗം 5 കാണാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.